ഓം ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. മുനീന്ദ്രൻ സസ്മിതം അരുളി ചെയ്തു, ഉണ്ണി രാമ, ഈ കോരാരണ്യം ആരുടെയാണെന്ന് പറയാം, കേൾക്കൂ. ഹേ പുരുഷോത്തമ, ഇവ വലിയ 2 നാടുകളായിരുന്നു. ദേവനിർമ്മിതമായ ഈ രാജ്യങ്ങൾക്ക് മലദം, കരുഷം എന്നായിരുന്നു പേരുകൾ. പണ്ട് ദേവേന്ദ്രൻ വൃതാസുരനെ വധിച്ചതായി കേട്ടിട്ടില്ലേ? ആ ബ്രഹ്മഹത്യാപാപം ഇന്ദ്രനിൽ അഴുക്കും വിശപ്പും വർദ്ധിപ്പിച്ചു. ആ മാലിന്യം കളയുവാൻ മാമുനീന്ദ്രന്മാരും ദേവന്മാരും സഹസ്രകലശം ആടി. ദേവേന്ദ്രന്റെ അഴുക്ക് ഒഴുകി ഭൂമിയിൽ വീണതുകൊണ്ട് അവർ സന്തുഷ്ടരായി. പശിയും അഴുക്കും കണ്ട അണ്ടർകോൻ ഈ ദേശങ്ങളെ അനുഗ്രഹിച്ചത് ഇപ്രകാരമാണ്: എൻ്റെ ദേഹത്തിലുണ്ടായിരുന്ന മാലിന്യങ്ങൾ പതിച്ച ഈ പെരിയ നാടുകൾ മലദം, കരുഷം എന്നീ പേരുകളാൽ പാർത്തലത്തിൽ പ്രസിദ്ധി ആർജിക്കട്ടെ. ബുദ്ധിമാനായ ശതക്രതു ഈ രാജ്യങ്ങളെ കൊണ്ടാടുന്നത് കേട്ട വാനവർ അതിമോദമാർന്ന് സ്വനായകനെ സ്തുതിച്ചു. പരന്തപനായ ഉണ്ണി, ധനധാന്യാദികളാൽ പരിപൂർണങ്ങളായിട്ടാണ് ഈ നാടുകൾ കഴിഞ്ഞത്. വർഷങ്ങൾ വളരെ പിന്നിട്ടു. 1000 ആനകളുടെ ബലം എന്നൊരു യക്ഷിണി കാമരൂപിണിയായി ജനിച്ചു. അവളുടെ പേരാണ് താടക. രാമ, മംഗളമുണ്ടാകട്ടെ, യശസ്വിയായ സുന്ദന്റെ പത്നിയായി തീർന്നു അവൾ. ഇന്ദ്രതുല്യ പരാക്രമമുള്ള മാരീചൻ എന്ന രാക്ഷസ ശ്രേഷ്ഠൻ അവരുടെ ആത്മജനായി ജനിച്ചു. മനുഷ്യന്മാരെ മുഴുവൻ കിടുകിട വിറപ്പിക്കുന്ന ഘോരരൂപം ആണവൻ്റേത്. നീണ്ടുരുണ്ട കൈകൾ, പരന്ന വായ, വിശാലമാറിടം, അത്യുഗ്രവീര്യം. ഇങ്ങനെ മാരീചൻ ആർക്കും അജയ്യനായി തന്നെ ലോകത്തെ ഉപദ്രവിക്കുന്നു. ദുഷ്ടയായ താടകയാകട്ടെ 1.5 യോജന ദൂരം വഴിയടച്ച് മലദാഖ്യവും കരൂഷാഖ്യവുമായ ഈ നാടുകളെ മുടിച്ചുകൊണ്ട് വാഴുകയാണ്. രാമ, താടകാവനത്തിൽ കൂടിയാണ് നമുക്ക് പോകേണ്ടത്. നിന്റെ കൈകരുത്ത് ദുഷ്ടചാരിണിയായ ആ രാക്ഷസിയിൽ കാണിക്കാം. എൻ്റെ നിർദ്ദേശമനുസരിച്ച് ഈ ദുർവൃത്തിയെ നീ വധിക്കണം. ആർക്കും അടുക്കാൻ കഴിയാത്ത ഈ യക്ഷി കേറി മുടിച്ച നാടിനെ മോചിപ്പിക്കൂ. ഏതൊരാൾക്കും കടക്കുവാൻ വിഷമമേറിയതാണ് ഈ വനം. ഉണ്ണി രാമ, ഈ കൊടുങ്കാടിനെ പറ്റിയുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഐശ്വര്യസമൃദ്ധമായിരുന്ന നാടുമുണിഞ്ഞ് ഘോര വിപിനമായി തീർന്നു. അസഹ്യയായ യക്ഷിയുടെ ബാധ വിട്ടൊഴിയുന്നുമില്ല. ഇതിനെ നീ പരിശുദ്ധമാക്കണം. അപ്രമേയ തപോധനമാർജിച്ച ബ്രഹ്മഋഷി വിശ്വാമിത്രന്റെ ഉത്തമങ്ങളായ വാക്കുകൾ കേട്ട പുരുഷകേസരി മധുരമായി ചോദിച്ചു, ഭഗവാനെ, യക്ഷന്മാർ സ്വതവേ ബലം കുറഞ്ഞവരും ഭീരുക്കളും ആണെന്നാണ് കേട്ടിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് 1000 ആനകളുടെ ബലം ഉണ്ടായത്? ശത്രുമർദ്ദകനും ലക്ഷ്മണാന്യുതനും ആത്മാവിനെ തികച്ചും അറിയുന്നവനുമായ ശ്രീരാമചന്ദ്രന്റെ ചോദ്യം മാമുനീന്ദ്രനെ സന്തുഷ്ടനാക്കി. സ്നേഹപൂർണമായ ഉത്തരം അരുളി, രാമ, വരലാഭത്താലാണ് അവൾക്ക് ഇത്രയും ശക്തി സമ്പാദിക്കുവാൻ കഴിഞ്ഞത്. പണ്ട് സുകേതു എന്നു പേരാർന്ന ഒരു യക്ഷൻ പുത്രനില്ലാത്തതുകൊണ്ട് അത്യുഗ്ര തപസ്സു തുടങ്ങി. വ്രതചര്യാദികളിൽ നിഷ്ഠയോടുകൂടിയ യക്ഷനിൽ പിതാമഹൻ സംപ്രീതനായി 1000 ഗജങ്ങളുടെ ബലമുള്ളൊരു പുത്രി ഉണ്ടാകട്ടെ എന്ന് സുകേതുവിന് വരമേകി. മഹായശസ്വിയാകിയ വിധാതാവ് യക്ഷന് ഉണ്ണിയെ നൽകിയതുമില്ല. സുകേതു പുത്രി നാൾക്കുനാൾ വളർന്നു. താരുണ്യത്തിലെത്തിയപ്പോൾ പേരാർന്നൊരു സുന്ദരി രത്നമായി തീർന്നു. അവളാണ് താടക. ജാർജന്റെ പുത്രനായ സുന്ദനെയാണ് ആ മോഹനാംഗിക്ക് ഭർത്താവായി ലഭിച്ചത്. കാലതാമസമെന്നി അവൾക്കൊരു ഉണ്ണി പിറന്നു. ശാപം കൊണ്ട് രാക്ഷസനായി തീർന്ന മാരീചനാണ് ആ പുത്രൻ. അഗസ്ത്യ ബ്രഹ്മർഷിയുടെ ശാപത്താൽ സുന്ദൻ ഹതനായപ്പോൾ പുത്രനോടുകൂടി താടക മുനീശ്വരനെ ക്രോധത്തോടെ സമീപിച്ചു. എന്നാൽ കാമബാണങ്ങളിൽ പരവശയായി തീർന്ന താടക ബ്രഹ്മർഷി ഒന്നിച്ച് ക്രീഡിക്കുവാൻ ആഗ്രഹിക്കുകയാണുണ്ടായത്. പരിപൂർണ നഗ്നനായി വരുന്ന ആ സുന്ദരിയെയും തിന്നുവാൻ അടുക്കുന്ന മാരീചനെയും കണ്ട ഭഗവാൻ അഗസ്ത്യൻ ദ്വേഷ്യം കൊണ്ട് അഗ്നിസദൃശം ജ്വലിച്ച് നീയൊരു രാക്ഷസിയായി തീരട്ടെ എന്ന് മാരീചനെ ശപിച്ചു. ആളിയ കോപത്തോടെ തന്നെ താടകയെ നോക്കി വീണ്ടും അരുളി ചെയ്തത് ഇപ്രകാരമായിരുന്നു: നരഭോജിയും വിരൂപയും വികൃത വദനയുമായൊരു രൂപമായി തീരട്ടെ. ഉഗ്ര വൈരൂപ്യമൊത്ത ഉടലോടെ ഒരു മഹായക്ഷിയായി തീർന്ന താടക അഗസ്ത്യമാമുനീന്ദ്രൻ വാണിരുന്ന ഈ പുണ്യദേശത്തെ മുടിക്കുവാനും ആരംഭിച്ചു. ഉണ്ണി, രഘുനന്ദന, പരമനിഷ്ഠയും ദുർവൃത്തയുമായ ഈ കാരാളരൂപിണിയെ ഗോബ്രാഹ്മണ പരിരക്ഷയ്ക്കായി നിഗ്രഹിച്ചാലും
സ്ത്രീഹത്യയാണെന്ന് കരുതരുത്. പുരുഷോത്തമ, 4 വർണ്ണങ്ങളുടെ രക്ഷയാണ് രാജകുമാരനായ നീ ചെയ്യേണ്ടത്. ശാപം പൊതിഞ്ഞ ഈ ദുഷ്ടയെ ജയിക്കുവാൻ നിനക്കല്ലാതെ 3 ലോകങ്ങളിലുമുള്ള ഒരുത്തർക്കും കരുത്തില്ല. രാജ്യരക്ഷ ചെയ്യേണ്ട ഒരുവൻ നല്ലതോ ചീത്തയോ എന്നും ക്രൂരമോ സൗമ്യമോ എന്നുമല്ല നോക്കേണ്ടത്. പ്രജാരക്ഷ മാത്രമാണ് നരപാലകന്റെ ശാശ്വത ധർമ്മം, അതല്ലാതെ മറ്റൊന്നുമില്ല. ധർമ്മത്തിൻ്റെ ലേശം പോലുമില്ലാത്ത ഇവളെ ഹനിക്കുക എന്നത് അധർമ്മത്തെ നശിപ്പിക്കുക മാത്രമാണ്. പാർത്തലത്തെ മുടിക്കുവാൻ ആഗ്രഹിച്ച വിരോചനപുത്രി മന്ത്രതയെ പണ്ടു ദേവേന്ദ്രൻ നിഗ്രഹിച്ചതായി കേട്ടിട്ടില്ലേ? ഭൃഗുമുനീന്ദ്ര പത്നിയും പതിവ്രതയുമായ ശുക്രമാതാവ് ദേവേന്ദ്രനാശത്തിന് മോഹിച്ചപ്പോൾ വൈകുണ്ഠനാഥൻ തന്നെ അവളെ നിഗ്രഹിച്ചത് കേട്ടിട്ടില്ലേ? ദശരഥ മഹാരാജ പുത്രനായ ഉണ്ണി ഉത്തമ ഗുണങ്ങളൊത്ത അനേകം ആളുകൾ സ്ത്രീകളെന്ന് വിചാരിച്ച് അധർമ്മരഥകളെ വധിക്കാതിരുന്നിട്ടില്ല. അധർമ്മത്തെ എവിടെ കണ്ടാലും തുടച്ചു മാറ്റുകയാണ് പുരുഷോത്തമന്മാരുടെ കർത്തവ്യം. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.